എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും കൂടെ കൂടിക്കോളൂ. അതുപോലെ ആ ബെല്ലൈക്കൺമേൽ കൂടെ ഒന്ന് അമർത്തിയേക്കും. ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ ശ്യാമ രോഹിത്തിൻ്റെ അടുത്ത് വരുന്നു കയറുന്നത്. അപ്പോൾ രോഹിത്ത് ഇവിടുന്ന് ഇറങ്ങിപ്പോകാനൊക്കെ പറയുകയാണ്. അങ്ങനെ അവൾ പറയുന്നത് എൻ്റെ ഡ്രസ്സ് എടുത്തിട്ട് ഞാൻ പൊക്കോളാം എന്ന് പറയുന്നത്. അങ്ങനെ വീടിൻ്റെ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ സുസ്മിത രോഹിത്തിനോട് പറയും, നിന്നോട് ഞാൻ അന്നേരം പറഞ്ഞല്ലോ അവരെ കൂടെ നിർത്തണം, ആ കൊച്ചിനെന്തോ വയ്യ, നീ എന്തായാലും ആശുപത്രി കൊണ്ടുപോകും, മരുന്നൊക്കെ വാങ്ങി കൊടുക്കാൻ പറയുന്നത്. അങ്ങനെ രോഹിത്തും അകത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് നമ്മുടെ ചന്ദ്രബോസ് സുസ്മിതയെ വിളിച്ചിട്ട് പറയുകയാണ്, നമ്മുടെ ശാലിനെ കമലത്തെ ജാമ്യത്തിൽ ഇറക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ സുസ്മിത പറയുന്നു, അവൾ നമുക്കെതിരെ പണി തുടങ്ങി, ഇനി സൂക്ഷിച്ച് വേണം ഓരോ കാര്യങ്ങളും മുന്നോട്ട് നീങ്ങാൻ എന്നുള്ള രീതിയിൽ പറയുകയാണ്. ഇതേ സമയത്താണ് നമ്മുടെ സത്യഭാമയും രാഘവൻ നായരൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്ത് സുബൈറൊക്കെ വന്നിട്ട് രാഘവൻ നായരെ എന്ന് വിളിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി വരുന്നു. നിങ്ങളെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പം നോക്കുമ്പോൾ അത് വിഷ്ണുവാണ്. അപ്പോൾ രാഘവൻ നായർക്ക് ഭയങ്കര സങ്കടമാകുന്നു. മോനെന്ന് വിളിക്കുകയാണ്. അപ്പോൾ സത്യഭാമ പറയും, ഇവിടെ കയറി പോകരുത്, അല്ലാതെ തന്നെ പോലീസുകാരെ കൊണ്ട് ഇത് കേട്ടിരിക്കുക. അപ്പം വിഷ്ണു പറയും, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അമ്മയെന്ന് പറയും. അതൊന്നും സത്യഭാമ കേൾക്കത്തില്ല. അപ്പോൾ സത്യഭാമയോട് വിഷ്ണു പറയും, അച്ഛൻ ഇന്നിങ്ങനെ ഇറങ്ങിപ്പോയത് ഒരു നല്ല ഡോക്ടറെ കാണിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ പറയും, നീ ഒന്ന് ഇറങ്ങിപ്പോകുക, ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എന്നുള്ള രീതി പറയുകയാണ്. അങ്ങനെ നമ്മുടെ വിഷ്ണുവിനെ അവിടുന്ന് ഇറക്കി വിടുകയാണ്. അപ്പോൾ വിഷ്ണു പോയതിന് ശേഷം രാഘവനായർ പറയും, നീ എന്തൊക്കെയാണ് അവനോട് പറഞ്ഞെന്നുള്ള രീതിയിലൊക്കെ പറയും. അങ്ങനെ രാഘവനായർ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. വല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ശ്യാമയാണെങ്കിൽ ശാലിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും, എനിക്കിവിടെ ഒട്ടും വയ്യ, ഞങ്ങളെ പീഡിപ്പിക്കുകയാണ്, ഞങ്ങളെ രോഹിത്ത് ഒരു പട്ടിയുടെ വില പോലും നൽകുന്നില്ല, ഞങ്ങൾക്ക് വയ്യ, ഭയങ്കര സങ്കടം പറച്ചിലൊക്കെയാണ്, എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ സങ്കടങ്ങളൊക്കെ പറയാൻ എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അപ്പം മോൾക്ക് ഇതുവരെ പനി കുറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അപ്പോൾ ശാലിനി പറയും, വിഷമിക്കണം നീ, അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ്. ഫോൺ കട്ട് ചെയ്യുന്ന ശാരദ ടീച്ചർ അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ ശാരദ ടീച്ചർ പറയും, അവൾ കുറച്ച് അനുഭവിക്കട്ടെ, കാരണം അവൾ സ്വന്തം കാര്യം നിൽക്കാൻ ഇത് വേണം, അവൾക്ക് ഒന്നും താങ്ങാൻ പറ്റത്തില്ല, അവൾ ഫുൾ കരച്ചിലാണ്, അതുകൊണ്ട് സ്വയം അവൾ പൊങ്ങി വന്നേ പറ്റത്തുള്ളൂ, എന്നാൽ മാത്രമേ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഇത് കേട്ട് ശാലിനി മനസ്സിൽ പറയുന്നു, അമ്മ പറഞ്ഞത് ശരിയാണ്, ഒരു പാഠപുസ്തകങ്ങളും പഠിപ്പിക്കാത്ത കാര്യങ്ങളാണ് അമ്മ പറയുന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയത്താണ് നമ്മുടെ നൂറാണെങ്കിൽ കുറേ ഓർഡറൊക്കെ ശാരദാമ്മയ്ക്കും അവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. കാരണം അവളാണ് ഓർഡറുകളൊക്കെ പിടിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മുടെ അവർ സാധനങ്ങളൊക്കെ ഒരുക്കുന്ന സമയത്ത് സത്യഭാമ പറയും, നൂറാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്, ആ കുട്ടി ഉള്ളത് കൊണ്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നതെന്ന് പറയും. അങ്ങനെ അവർ സദ്യയൊക്കെ ഉള്ള ഒരുക്കങ്ങളും ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നൂറും അങ്ങോട്ടേക്ക് വരികയാണ്. നൂറ് വന്നിട്ട് നൂറിനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നൂറ് വരുന്ന സമയത്ത് നമ്മുടെ പുറത്താണെങ്കിൽ നൂറിനെ കെട്ടാൻ പോകുന്ന പയ്യൻ വന്ന് വിളിക്കുകയാണ്. അവനാണെങ്കിൽ ഇവിടെ വരുന്നത് ഇഷ്ടമല്ല. അങ്ങനെ നീ ആരെ കാണാൻ വന്നതാണ്, നീ വിഷ്ണുവിനെ കാണാൻ വന്നതെന്നെല്ലാം ചോദിക്കാം. അവൻ കഞ്ചാവ് സ്പിരിറ്റ് കേസിലൊക്കെ പ്രതിയാണ്, നീ ഇനി ഇവിടെ വരരുതെന്നൊക്കെ പറയാം. അപ്പോൾ സത്യം പറയും, നിനക്ക് പറയാനതൊരു അവകാശമില്ല എന്ന് പറയാം. അപ്പോൾ നൂറ് പറയും, നീ എന്നെ കല്യാണമൊന്നും കഴിച്ചില്ല, അത് കഴിഞ്ഞിട്ട് നീ ഭരിച്ചോളാനൊക്കെ പറയാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും മൂന്നും ഒക്കെ പറയുകയാണ്. പറഞ്ഞതിന് ശേഷം നമ്മുടെ സത്യഭാമ പറയും, ഇത് ഞാൻ വാടകയ്ക്ക് എടുത്ത വീടാണെന്നൊക്കെ പറയാം. അപ്പോൾ നൂറിനെ കെട്ടാൻ പോകുന്ന പയ്യൻ പറയും, അതൊക്കെ ശരിയാണ്, പക്ഷേ ഇത് എനിക്കുള്ള വീടാണെന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ഞാനിവിടെ വേണമെങ്കിൽ ചവിട്ടിക്കൂട്ടും, അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയുകയാണ്. അത് ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ പറയുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ ഈ ചന്ദ്രബോസും കൂട്ടാളികളെല്ലാം ഈ നമ്മുടെ വിഷ്ണുവിനെ കുടുക്കിയ കഥകളൊക്കെ പറയുകയാണ്. കാരണം ഇങ്ങനെ ലോറിയിൽ സ്പിരിറ്റ് വെച്ച കാര്യങ്ങളും ഇതെല്ലാം നമ്മുടെ ശ്യാമ കേൾക്കുകയാണ്. അപ്പോൾ ശ്യാമ പെട്ടെന്ന് വയലൻ്റ് ആകുകയാണ്. നിങ്ങളാണല്ലേ വിഷ്ണുവേട്ടൻ്റെ ലോറിയിൽ സ്പിരിറ്റ് വെച്ചതെന്നൊക്കെ ചോദിക്കുക. ഇതൊന്നും ഇഷ്ടപ്പെടാതെ രോഹിത്ത് അവരെ പൂട്ടിയിടുകയാണ്. അങ്ങനെ റൂമിൽ കൊണ്ട് നമ്മുടെ പപ്പിമോളെയും ശ്യാമയും റൂമിൽ കൊണ്ട് പൂട്ടിയിടുകയാണ്. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് പുറത്ത് രക്ഷപ്പെടാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തുകയാണ്. അതിനുശേഷമാണെങ്കിൽ പിന്നീട് നമ്മുടെ ശാലിനിയും വിഷ്ണുവും കമലിനും കൂടെ ആ യാത്ര തുടങ്ങിയാണ്. കാരണം അവരുടെ സത്യം തെളിയിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോകുന്ന സമയത്ത് വിഷ്ണു ഇങ്ങനെ ഒരു ഫേസിലൊരു ഇതിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് കമലം പെട്ടെന്ന് പറയുന്നത്, കണ്ടോ അവിടെ നിർത്തുന്നു പറയാം. അങ്ങനെ ഒരു സ്ത്രീയും ഒരു കുട്ടിയും അവിടെ നിൽക്കുന്നത് കാണുന്നു. അപ്പോൾ ഇവരെ ഓർക്കുന്നുണ്ടോ എന്ന് വിഷ്ണുവോട് ചോദിക്കുകയാണ്. അപ്പോൾ വിഷ്ണു ഇങ്ങനെ ആലോചിച്ചിട്ട് പറയും, ഓർക്കുന്നുണ്ടെന്ന് പറയുന്നത്. അങ്ങനെ അവർ ഇറങ്ങുകയാണ്. അപ്പോൾ ഇവർ നിന്ന് ഏതോ ഒരു സ്ഥലമാണ്. അപ്പോൾ അവരങ്ങാണ്ടാണ് ഈ സംഭവം ഇത് കൊണ്ടുവച്ചിരിക്കുന്നത്. അങ്ങനെ അവരോട് കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നു. അവരപ്പോൾ സമ്മതിക്കുന്ന സീനുകളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അങ്ങനെ വിഷ്ണു ശാലിനി സത്യം കണ്ടെത്തുകയാണ്. കാരണം അവർ സത്യം കണ്ടെത്തി കോടതിയിൽ ഇത് തെളിയിക്കാൻ പോവുകയാണ്. അതാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.